സംസ്ഥാനത്ത് നടന്ന തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളിൽ എൽ.ഡി.എഫിന് വൻ നേട്ടം. 15 എണ്ണത്തിൽ 9 വാർഡുകൾ എൽ.ഡി.എഫ് നേടി. 2 എണ്ണത്തിൽ യു.ഡി.എഫും 3 എണ്ണത്തിൽ ബി.ജെ.പിയും ഒരിടത്ത് കേരള കോൺഗ്രസും വിജയിച്ചു. തദ്ദേശ സ്ഥാപന വാർഡുകളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മികച്ച നേട്ടം. തെരഞ്ഞെടുപ്പ് നടന്ന 15 സീറ്റുകളിൽ 9 സീറ്റുകളിലും എൽ.ഡി.എഫിന് വൻ നേട്ടം. എൽ.ഡി.എഫ് 9 സീറ്റിൽ മുന്നിൽ വന്നപ്പോൾ യു.ഡി.എഫിന് 2 സീറ്റും കേരള കോൺഗ്രസിന് 1 സീറ്റും ബി.ജെ.പിക്ക് 3 സീറ്റും മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. നിലവിലുള്ള 1 സീറ്റ് ബി.ജെ.പിയിൽ നിന്നും 3 എണ്ണം യു.ഡി.എഫിൽ നിന്നും എൽ.ഡി.എഫ് പിടിച്ചെടുത്താണ് നേട്ടം കൈവരിച്ചത്. യു.ഡി.എഫിന് 4 സിറ്റിംഗ് സീറ്റിലും ബി.ജെ.പിക്ക് 1 സിറ്റിംഗ് സീറ്റിലും തോൽവിയുണ്ടായി. തിരുവനന്തപുരം ജില്ലയിൽ കരകുളം ഗ്രാമപഞ്ചായത്ത് കാച്ചാണി വാർഡിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി 585 വോട്ടിന് വിജയിച്ചു. ഇവിടെ ബി.ജെ.പി 2ാം സ്ഥാനത്തും കോൺഗ്രസ് 3ാം സ്ഥാനത്തുമാണെത്തിയത്. കൊല്ലം കോർപ്പറേഷനിലെ തേവള്ളി വാർഡിൽ ബി.ജെ.പി സീറ്റ് നിലനിർത്തി. ആലപ്പുഴ ജില്ലയിൽ 2 ഗ്രാമപഞ്ചായത്ത് ഡിവിഷനുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് വിജയിച്ചു. ആലപ്പുഴയിൽ കൈനിക്കര പഞ്ചായത്ത് ചെറുകാലിക്കായൽ വാർഡ് യു.ഡി.എഫിൽ നിന്ന് എൽ.ഡി.എഫ് പിടിച്ചെടുത്തു. കോട്ടയം മുത്തോലി ഗ്രാമപഞ്ചായത്ത് തെക്കുമുറി വാർഡിൽ കേരള കോൺഗ്രസാണ് നേട്ടം കൊയ്തത്. എറണാകുളം കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ കൂവപ്പടി സൗത്ത് വാർഡ് ബി.ജെ.പി നിലനിർത്തി. പാലക്കാട് മങ്കര പഞ്ചായത്ത് 8ാം വാർഡായ മങ്കര റെയിൽവേ സ്റ്റേഷൻ വാർഡ് യു.ഡി.എഫിൽ നിന്ന് എൽ.ഡി.എഫ് പിടിച്ചെടുത്തു. പാലക്കാട് കോട്ടോപ്പാടം പഞ്ചായത്തിലെ 7ാം വാർഡ് യു.ഡി.എഫ് വിജയിച്ചു. തെക്കുംകര പഞ്ചായത്തിലെ 14ാം വാർഡിലും യു.ഡി.എഫ് വിജയം കൈവരിച്ചു. കോഴിക്കോട് തിരുവമ്പാടി ഗ്രാമപഞ്ചായത്ത് മറിയപുരം വാർഡിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി വിജയിച്ചു. കോൺഗ്രസിനെയും ലീഗിനെയും പിന്തള്ളിയാണ് തിരുവമ്പാടിയിൽ എൽ.ഡി.എഫ് നേട്ടം കൈവരിച്ചത്. കണ്ണൂർ ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന മൊട്ടമ്മൽ, ചെറുപുഴ പഞ്ചായത്ത്, രാജഗിരി, പിണറായി ഗ്രാമപഞ്ചായത്ത് എന്നിവിടങ്ങളിൽ വൻ നേട്ടമാണ് എൽ.ഡി.എഫ് കൈവരിച്ചത്. കണ്ണൂർ ജില്ലയിലെ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിൽ എൽ.ഡി.എഫ് വിജയിച്ചതോടെ പഞ്ചായത്ത് ഭരണം യു.ഡി.എഫിന് നഷ്ടമാകും. കാസർഗോഡ് മീഞ്ച പഞ്ചായത്തിൽ മജിബയൽ വാർഡ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സീറ്റ് എൽ.ഡി.എഫ് പിടിച്ചെടുത്ത് വൻ നേട്ടം കൈവരിച്ചു. ന്യൂസ് ഡെസ്ക് പീപ്പിൾ ടി.വി. സംസ്ഥാനത്ത് പോലീസ് തലപ്പത്ത് അഴിച്ചുപണി. 12 ജില്ലാ പോലീസ് മേധാവികൾക്കാണ് സ്ഥലമാറ്റം. 2 കമ്മീഷണർ, 2 ഡി.സി.പി എന്നിവരെ മാറ്റിക്കൊണ്ട് ആഭ്യന്തര വകുപ്പ് ഉത്തരവിറക്കി. ജില്ലാ പോലീസ് മേധാവി, ഡി.സി.പി, കമ്മീഷണർ എന്നിവരിൽ മാറ്റം വരുത്തിയാണ് സ്ഥലം മാറ്റ ഉത്തരവിറങ്ങിയത്. 12 ജില്ലാ പോലീസ് മേധാവികൾക്കാണ് മാറ്റം. അശോക് കുമാർ തിരുവനന്തപുരം റൂറലും സുരേന്ദ്രൻ കൊല്ലം റൂറൽ എസ്.പിയുമാകും. പത്തനംതിട്ടയിൽ അശോകൻ, ആലപ്പുഴയിൽ റഫീഖ്, ഇടുക്കിയിൽ വേണുഗോപാൽ, എറണാകുളം റൂറലിൽ എ.വി. ജോർജ്, തൃശൂർ റൂറലിൽ എൻ. വിജയകുമാർ, പാലക്കാട് പ്രതീഷ് കുമാർ, കോഴിക്കോട് റൂറലിൽ പുഷ്കരൻ, വയനാട്ടിൽ ശിവവിക്രം, കാസർഗോഡ് സൈമൺ, കണ്ണൂരിൽ ഫിലിപ്പ് എന്നിവരാണ് പുതിയ ജില്ലാ പോലീസ് മേധാവികൾ. അരുൺ ബി കൃഷ്ണയാണ് തിരുവനന്തപുരത്തെ പുതിയ ഡി.സി.പി. യതീഷ് ചന്ദ്ര കൊച്ചി ഡി.സി.പിയാകും. കോഴിക്കോട് കമ്മീഷണറായി ജെ ജയനാഥും തൃശൂർ സിറ്റി കമ്മീഷണറായി പി നാരായണനെയും നിയമിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തേക്കടി തടാകത്തിലെ ബോട്ട് ചാലിന്റെ ആഴം പരിശോധിക്കുന്ന ജോലികൾ വനംവകുപ്പ് ആരംഭിച്ചു. മഴക്കുറവ് മൂലം തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിൽ ടൂറിസം മേഖലയിൽ നിന്നുയർന്ന ആരോപണങ്ങൾ ദൂരീകരിക്കുന്നതിനാണ് വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കി പ്രാഥമിക നടപടികൾ ആരംഭിച്ചത്. മഴക്കുറവ് മൂലം തേക്കടി തടാകത്തിലെ ജലനിരപ്പ് താഴ്ന്ന സാഹചര്യത്തിലാണ് ബോട്ട് ചാലിന്റെ ആഴം പരിശോധിക്കാനുള്ള പദ്ധതി വനംവകുപ്പ് തയ്യാറാക്കിയത്. ജലനിരപ്പ് താഴ്ന്നു നിൽക്കുന്നതിനാൽ ഇവിടെ ബോട്ട് യാത്ര നിലവിൽ ദുഷ്കരമാണ്. മരക്കുറ്റികൾ നിറഞ്ഞ തടാകത്തിന്റെ അടിത്തട്ടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടെത്തുകയാണ് പ്രാഥമിക പരിശോധനയിലൂടെ ലക്ഷ്യം വെക്കുന്നത്. DGPS സോഫ്റ്റ്വെയർ, എക്കോ സൗണ്ടർ 3 കൂടെ ഇന്റർഫേസ് ചെയ്ത് ഒരു സോഫ്റ്റ്വെയറിൽ ചെയ്യണം. പൊസിഷനും ഡെപ്ത് ചാർട്ടാണ് ഔട്ട്പുട്ട്. അതിനുശേഷം ഇവർക്കുള്ള ആവശ്യമുള്ള ഒബ്സ്റ്റാക്കിൾസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കലാണ്. അത് ഫർദർ ആയിട്ടേ ചെയ്യുള്ളൂ. ഇത് പ്രിലിമിനറി സർവേ ആണ്. ജലനിരപ്പ് താഴ്ന്നതോടെ തേക്കടി തടാകത്തിൽ സർവീസ് നടത്തുന്ന KTDCയുടെയും വനംവകുപ്പിന്റെയും ബോട്ടുകളിലെ സിറ്റിംഗ് കപ്പാസിറ്റി വെട്ടിക്കുറച്ചിരുന്നു. ഇത് ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കിടയിൽ നിന്നും വലിയ പ്രതിഷേധമുയരാൻ കാരണമായി. തേക്കടിയുടെ ടൂറിസം സാധ്യതകൾ തകർക്കാനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമാണെന്നാണ് ടൂറിസം രംഗത്തു നിന്നും ഉയർന്ന പ്രധാന ആരോപണം. ഇതിനെ തുടർന്നാണ് തുറമുഖ വകുപ്പിനെ കൊണ്ട് ബോട്ടുചാലിന്റെ ആഴമളപ്പിക്കാൻ വനംവകുപ്പ് പദ്ധതി തയ്യാറാക്കിയത്. നിലവിൽ ബോട്ടുചാലിൽ എത്ര അടി വെള്ളമുണ്ട്, ജലനിരപ്പ് ഇനിയും താഴുകയാണെങ്കിൽ ബോട്ട് ഓടിക്കുന്നതിന് ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സമുണ്ടോ തുടങ്ങി കാര്യങ്ങൾ കണ്ടെത്തുകയാണ് പരിശോധനയിലൂടെ വനംവകുപ്പ് ലക്ഷ്യം വെക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കടൽക്ഷോഭത്തിൽ വീട് നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് സർക്കാർ സ്ഥിരം ഭവനമൊരുക്കുന്നു. തിരുവനന്തപുരം വലിയതുറ സ്കൂളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞ മത്സ്യത്തൊഴിലാളികൾക്കാണ് സർക്കാർ ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാറ്റിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. LDF സർക്കാരിന്റേത് ദീർഘവീക്ഷണമുള്ള പദ്ധതികളാണെന്ന് ലത്തീൻ രൂപത ആർച്ച് ബിഷപ്പ് സൂസേവാക്യം പറഞ്ഞു. കടലിന്റെ കലിയിൽ കിടപ്പാടം നഷ്ടപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ സ്വന്തം ഭവനമെന്ന സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുകയാണ്.
കടൽക്ഷോഭത്തിൽ വീട് തകർന്ന ശേഷം വർഷങ്ങളായി വലിയതുറയിലെ സ്കൂൾ കെട്ടിടത്തിൽ അഭയാർത്ഥികളായി കഴിഞ്ഞവർക്കാണ് സർക്കാർ ഫ്ളാറ്റുകൾ നിർമ്മിച്ചു നൽകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. ഭൂരഹിത മത്സ്യത്തൊഴിലാളി ഭവന പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായാണ് ഫ്ളാറ്റ് സമുച്ചയം നിർമ്മിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ പാർപ്പിട പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരം, അതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം വീടില്ലാത്ത എല്ലാവരുടെയും പ്രശ്നത്തിന് സമ്പൂർണ്ണ പരിഹാരം, ഇതാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. തിരുവനന്തപുരം മുട്ടത്തറയിലെ 3.5 ഏക്കർ സ്ഥലത്താണ് ഫ്ളാറ്റ് സമുച്ചയം ഉയരുന്നത്. 20 നില ബ്ലോക്കുകളിലായി മൊത്തം 160 ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുക. വലിയതുറ സ്കൂളിൽ താമസിപ്പിച്ചിരിക്കുന്നവരെ കൂടാതെ കടലോരത്ത് താമസിക്കുന്ന മറ്റുള്ളവർക്കും ഫ്ളാറ്റ് നൽകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ നിയമന ക്രമക്കേടിൽ മുൻ മന്ത്രി എ.പി. അനിൽകുമാറിന് പങ്കെന്ന് വിജിലൻസ് കണ്ടെത്തൽ. നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തിയത് ക്രമവിരുദ്ധമാണെന്ന് തിരുവനന്തപുരം വിജിലൻസിന്റെ ത്വരിത പരിശോധനാ റിപ്പോർട്ട്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെയും റിപ്പോർട്ടിൽ പരാമർശം. പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിനായുള്ള നിയമന ഉത്തരവുകൾ ഇറക്കിയതിലും ക്രമക്കേട് നടന്നതായാണ് വിജിലൻസ് കണ്ടെത്തൽ. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക സംഘം തൃശൂർ വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ മുൻ മന്ത്രി എ.പി. അനിൽകുമാർ നിയമന കാര്യത്തിൽ പ്രത്യേക താൽപര്യമെടുത്തതായി കണ്ടെത്തിയിട്ടുണ്ട്. 2015 രൂപീകരിച്ച പട്ടികജാതി വികസന വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി നിയമനങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് ശുപാർശ നൽകിയിരുന്നു. ഈ റിപ്പോർട്ട് മറികടന്ന് മെഡിക്കൽ കോളേജ് സ്പെഷ്യൽ ഓഫീസറായിരുന്ന എസ് സുബ്ബയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തി. എന്നാൽ സുബ്ബയ്യ സമിതിയും നിയമനങ്ങൾ സ്ഥിരപ്പെടുത്താൻ ശുപാർശ ചെയ്തിട്ടില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. ക്രമവിരുദ്ധ നടപടികൾ നടന്നിട്ടും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി ഉത്തരവ് അംഗീകരിക്കാനുള്ള ശുപാർശ മന്ത്രിസഭാ യോഗത്തിൽ വെച്ചെന്നും റിപ്പോർട്ട് പറയുന്നു. പരാതിക്കാരനായ പി. രാജീവ്: ഈ ക്രമക്കേടുകൾ ഉണ്ട് എന്നുള്ളതിനെ മുഴുവൻ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പട്ടികജാതി വികസന വകുപ്പ് മുൻ മന്ത്രി ശ്രീ എ.പി. അനിൽകുമാർ നിയമനങ്ങളെ സ്ഥിര നിയമനങ്ങളായി അംഗീകരിക്കാനുള്ള തീരുമാനമായി മുന്നോട്ട് പോയതും അത് ക്യാബിനറ്റിന് മുമ്പിൽ വെക്കുന്നതും ശ്രീ ഉമ്മൻചാണ്ടി തലവനായിട്ടുള്ള മുൻ ഗവൺമെന്റ് അതിന് അംഗീകാരം നൽകുന്നതും. അപ്പോൾ അതൊക്കെ വ്യക്തമാകുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട്. പാലക്കാട് വിജിലൻസ് സംഘം നടത്തിയ അന്വേഷണത്തിൽ നിയമനത്തിൽ ക്രമക്കേട് കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് LDF സർക്കാർ നിയമനങ്ങൾ റദ്ദാക്കി പുതിയ നിയമനം നടത്താനും തീരുമാനിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യക്ക് പകരം പുതിയ സംവിധാനം കൊണ്ടുവന്ന് ഡോക്ടർമാരുടെ നിലവാരം കുറയ്ക്കാനുള്ള കേന്ദ്ര സർക്കാർ നിലപാടിനെതിരെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചു. പുതിയ മാനദണ്ഡമനുസരിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നും പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഡോക്ടർ പദവി നൽകാനാണ് സർക്കാരിന്റെ നീക്കം. ഇതിനെതിരെയാണ് വിദ്യാർത്ഥികൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത്. മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ മാനദണ്ഡങ്ങൾ പാലിച്ച് ഡോക്ടറായി പുറത്തുവരുന്ന വിദ്യാർത്ഥികളെ വീണ്ടും പരീക്ഷയിലൂടെ പരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കത്തിനെതിരെയാണ് സംസ്ഥാനത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മാറ്റി ബദൽ സംവിധാനം കൊണ്ടുവന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കി എത്തുന്ന വിദ്യാർത്ഥികളെ ഡോക്ടറാക്കി മാറ്റാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നീക്കമാണ് ഇതിന് പിന്നിലെന്നും വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ പറയുന്നു. ആ എക്സാമുകളിൽ നിന്ന് 15, 20, 30% ആൾക്കാർ മാത്രമേ പാസ്സായിട്ടുള്ളൂ. അത് കൂടുതൽ ആൾക്കാർ പാസ്സാകുന്നില്ല. അപ്പോൾ അവരെയും കൂടി ഇതിലേക്ക് കൊണ്ടുവരാൻ കൂടിയാണ് എന്നാണ് പറയപ്പെടുന്നത്. വിദ്യാർത്ഥികൾക്ക് പഠന ഗവേഷണങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന് പകരം ഡോക്ടർ പദവി നേടിയിട്ടുള്ള വിദ്യാർത്ഥികളെ വീണ്ടും പരീക്ഷയിലേക്ക് തള്ളിവിടുന്നത് നിലവിലുള്ള സാഹചര്യത്തിൽ ആശുപത്രികളുടെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഇവർ പറയുന്നു. ഈ അവസരത്തിൽ ഞങ്ങളിനി ഇവിടുത്തെ പേഷ്യൻസിനെ നോക്കണോ, ഈ കോളേജിനെ നോക്കണോ, ഹോസ്പിറ്റലിനെ നോക്കണോ, അതോ ഞങ്ങൾ വീണ്ടും പുസ്തകം എടുത്ത് പഠിക്കാനിരിക്കണോ എന്നുള്ള കാര്യം മാത്രമേ ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളൂ. 4.5 വർഷത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ പഠനത്തിനും 1 വർഷത്തെ പ്രായോഗിക പരിശീലനത്തിനും ശേഷം രോഗിയെ ചികിത്സിക്കുന്നതിനും കേന്ദ്രീകൃത ദേശീയ പരീക്ഷയിൽ വിജയിക്കണമെന്നത് തികച്ചും അനീതിയാണെന്നും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുന്നു. രാജ്യത്തെ മികച്ച മെഡിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെയും സർവകലാശാലകളെയും അവഹേളിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാവരും സഹകരിക്കണമെന്ന് കളക്ടറേറ്റിൽ ചേർന്ന സർവകക്ഷി യോഗം ആഹ്വാനം ചെയ്തു. BJP ചെറുവത്തൂരിൽ നിന്നും ചീമേനിയിലേക്ക് നടത്തിയ പദയാത്ര സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് സർവകക്ഷി യോഗം ജില്ലാ കളക്ടർ വിളിച്ചു ചേർത്തത്. 3 ദിവസത്തേക്ക് കാസർഗോഡ് ജില്ലയിൽ പോലീസ് ആക്ട് പ്രകാരം ജില്ലാ പോലീസ് മേധാവി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. BJP നേതൃത്വം നൽകിയ ചെറുവത്തൂർ ചീമേനി പദയാത്ര തുടക്കത്തിലെ സംഘർഷത്തിലേക്ക് നീങ്ങുകയും തുടർന്ന് നടത്തിയ BJP ഹർത്താലിൽ പരക്കെ അക്രമങ്ങൾ അരങ്ങേറുകയും ചെയ്ത സാഹചര്യത്തിലാണ് ജില്ലാ കളക്ടർ സർവകക്ഷി സമാധാന കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തത്. സമാധാനം പുനഃസ്ഥാപിക്കാൻ എല്ലാ പാർട്ടികളും സഹകരണം വാഗ്ദാനം ചെയ്തു.
അക്രമങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെതിരെ ആവശ്യമെങ്കിൽ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്ന് ജില്ലാ പോലീസ് മേധാവി തോംസൺ ജോസ് യോഗത്തിൽ അറിയിച്ചു. 3 ദിവസത്തേക്ക് ജില്ലയിൽ പ്രകടനങ്ങളും യോഗങ്ങളും നിരോധിച്ചു. കുറ്റക്കാർക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കും. രാഷ്ട്രീയ പ്രകടനങ്ങൾക്കും പൊതുയോഗങ്ങൾക്കും മുൻകൂട്ടി അനുമതി വാങ്ങണമെന്നും ജില്ലാ പോലീസ് മേധാവി യോഗത്തെ അറിയിച്ചു. പ്രാദേശികതല സമാധാന യോഗങ്ങൾ വിളിച്ചു ചേർക്കാനും യോഗം തീരുമാനിച്ചിട്ടുണ്ട്. CPIM ജില്ലാ സെക്രട്ടറി KP സതീഷ് ചന്ദ്രൻ, BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീകാന്ത്, DCC പ്രസിഡന്റ് ഹക്കീം കുന്നേൽ, മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി MC ഖമറുദ്ദീൻ തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ പങ്കെടുത്തു. അക്രമ പ്രവർത്തനങ്ങളിൽ നിന്ന് BJP പിന്മാറിയാൽ കാസർഗോഡ് ജില്ലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനാകുമെന്ന് P. കരുണാകരൻ MP വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇതിൽ ഉത്തരവാദികളായ ആളുകളുടെ പേരിൽ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ വേണ്ടി കഴിയണം. CPM-നെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സഹായങ്ങളും ജില്ലയെ സംബന്ധിച്ച് സമാധാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ശ്രമിക്കും. ഞങ്ങളതിന് മുൻകൈ എടുക്കുകയും ചെയ്തു. എല്ലാ BJP ആണ് ഇത് ചെയ്തെങ്കിൽ പോലും BJP-യോട് ഉൾപ്പെടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥന എന്ന നിലയിൽ തന്നെയാണ് നടത്താനുള്ളത്. സമാധാന ശ്രമങ്ങളോട് CPIM സർവാത്മന സഹകരിക്കുമെന്ന് P. കരുണാകരൻ പറഞ്ഞു. കാസർഗോഡ് ജില്ലയിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ രാഷ്ട്രീയ നേതൃത്വവും അധികൃതരും നടത്തുന്ന ശ്രമങ്ങൾക്ക് ഫലമുണ്ടായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. എഴുത്തുകാരിയും മാധ്യമപ്രവർത്തകയുമായ ശോഭ വാര്യരുടെ ഡ്രീം ചെയേഴ്സ് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം തിരുവനന്തപുരത്ത് നടന്നു. പ്രസ് ക്ലബ്ബിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പുസ്തകത്തിന്റെ ആദ്യ പ്രതി rediff.com സ്ഥാപകൻ അജിത് ബാലകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു. 28 സംരംഭകരുടെ ജീവിതവും വിജയഗാഥയും വിശദീകരിക്കുന്നതാണ് പുസ്തകം. യുവജനങ്ങൾക്ക് ഏറെ ഗുണകരമായ പുസ്തകമാണ് ശോഭ വാര്യരുടെ ഡ്രീം ചെയേഴ്സ് എന്ന് പിണറായി വിജയൻ അഭിപ്രായപ്പെട്ടു. ജീവിത വിജയത്തിന്റെ കഥ പറയുന്ന വാണിജ്യ താൽപര്യത്തിനൊപ്പം ജനസേവനവും കൂടി ലക്ഷ്യമിടുന്ന പുസ്തകം യുവ സംരംഭകർക്ക് ഒരു കൈപ്പുസ്തകമായി മാറണമെന്നും മുഖ്യമന്ത്രി ആശംസിച്ചു. നോട്ട് പ്രതിസന്ധി മറികടക്കാൻ കണ്ണൂരിൽ നിന്ന് പുതിയ മാതൃക. ജൈവികമായി ഉണ്ടാക്കിയ പച്ചക്കറികൾക്ക് പകരം സഹകരണ സ്റ്റോർ വഴി വിൽപ്പന ചെയ്യുന്ന സാധനങ്ങൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന ബാർട്ടർ സമ്പ്രദായം ഇവിടെ വലിയ ആശ്വാസമാവുകയാണ്. നോട്ട് പ്രതിസന്ധിയിൽ നിന്നും സാധാരണക്കാരന് ആശ്വാസമാവുകയാണ് പയ്യന്നൂർ രാമന്തളി സർവീസ് സഹകരണ ബാങ്ക്. ഒപ്പം ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾ പരസ്പരം കൈമാറാനുള്ള സാഹചര്യവും ഇവിടെ ഒരുങ്ങുകയാണ്. വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളുമായി കർഷകൻ സഹകരണ ബാങ്കിലെത്തുന്നു. പകരം ബാങ്ക് വില നൽകുകയോ അതല്ലെങ്കിൽ കർഷകന് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങൾ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില കണക്കാക്കി സഹകരണ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നൽകുന്നു. പഴയ ബാർട്ടർ സമ്പ്രദായം നോട്ട് പ്രതിസന്ധിക്ക് ആശ്വാസകരമാക്കി മാറ്റുകയാണ് ബാങ്ക്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾ ബാങ്ക് ശേഖരിക്കുകയും അവർക്ക് ന്യായമായ വില ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പഴയ ബാർട്ടർ സിസ്റ്റം എന്നുള്ള രൂപത്തിലാണ് നമ്മളിത് നടപ്പിലാക്കി വരുന്നത്. വിഷരഹിത ഗുണമേന്മയുള്ള പച്ചക്കറി ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഇതിന് ഉദ്ദേശമുണ്ട്. ബുധനാഴ്ചകളിൽ പഴം, കിഴങ്ങുവർഗ്ഗങ്ങൾ, ചക്ക, മാങ്ങ, ചീര, ചേന, മുരിങ്ങ തുടങ്ങി വൈവിധ്യമാർന്ന കാർഷികോൽപ്പന്നങ്ങളുമായി ബാങ്കിലേക്ക് കർഷകൻ എത്തുകയാണ്. തിരിച്ചു പോകുമ്പോൾ ബാങ്ക് നൽകുന്ന തുണിസഞ്ചിയിൽ നിറയെ കർഷകന് ആവശ്യമായ ഭക്ഷ്യവസ്തുക്കളായിരിക്കും. എനിക്ക് കൊടുത്ത ചേനക്ക് പകരം എനിക്ക് ഇപ്പോഴും എൻ്റെ ഉൽപ്പന്നം ഇല്ലാത്ത കുറച്ച് സാധനങ്ങൾ, തക്കാളി, ഉള്ളി പോലെയുള്ള സാധനങ്ങൾ ഇവിടുന്ന് വാങ്ങാനും കഴിയുന്നുണ്ട്. അത് വലിയ ഉപകാരമാണ് കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം. ജൈവ കാർഷികോൽപ്പന്നങ്ങൾ നോട്ട് പ്രതിസന്ധിക്ക് പരിഹാരം പ്ലാസ്റ്റിക് സഞ്ചിയുടെ നിരോധനം. അങ്ങനെ ഒരു നാടിന് തന്നെ വൈവിധ്യപൂർണമായ മാറ്റവും ആശ്വാസവുമാവുകയാണ് രാമന്തളി സഹകരണ ബാങ്ക്. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. വയനാട് പുൽപ്പള്ളി സെന്റ് ജോർജ് യാക്കോബായ പള്ളി ജൈവകൃഷിയിൽ പുതുമാതൃക സൃഷ്ടിക്കുകയാണ്. ഈ ഇടവകയിലെ 500 കുടുംബങ്ങളെയും അടുക്കളത്തോട്ടങ്ങൾ പൂർണ്ണമായും ജൈവകൃഷി രീതിയിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഇതോടൊപ്പം പള്ളിക്ക് സമീപത്ത് തുടക്കമിട്ട പച്ചക്കറി കൃഷിയും മികച്ച വിളവാണ് നൽകുന്നത്. കാഴ്ചയിലേക്ക്. ജൈവകൃഷി ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണ് ചർച്ചിന്റെ നേതൃത്വത്തിൽ ഇവിടെയുള്ളവർ. പള്ളിക്ക് സമീപം ഒരേക്കറിൽ കാബേജും പയറും ചീരയുമെല്ലാം കൃഷി ചെയ്തായിരുന്നു തുടക്കം. ചാണകം മുഖ്യ വളമായി ഉപയോഗിക്കുന്നു. ചാക്കുകളിൽ മണ്ണു നിറച്ചാണ് കൃഷി. നെല്ലുൾപ്പെടെ ഇത്തരത്തിൽ കൃഷി ചെയ്യുന്നു. പ്രതീക്ഷിച്ചതിലും കൂടുതലാണ് വിളവ്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കൃഷി വ്യാപിപ്പിക്കുവാനാണ് ഇപ്പോൾ ശ്രമം. ഏകദേശം 500ഓളം ഇടവക്കാരുള്ള പള്ളിയിൽ ഞങ്ങളൊരു ആലോചന വെക്കുകയും പുൽപ്പള്ളി കൃഷിഭവനിലുമായിട്ട് ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരായ ഉഷാകുമാരിയും പ്രഭാകരൻ സാർ എല്ലാവരും കൂടെ വന്ന് ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ക്ലാസ് എടുത്തു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളവിടെ വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ കഴിയും എന്ന ചിന്തയിൽ വെറുതെ കടന്ന സ്ഥലം ഞങ്ങൾ ഉപയോഗിച്ചതാണ്. വളരെ നല്ല രീതിയിലുള്ള ഉൽപ്പാദനം അതിൽ കിട്ടുകയും ചെയ്തു. ചർച്ചിന് സമീപത്തുള്ള സെന്റ് ജോർജ് സ്കൂളിലുള്ള വിദ്യാർത്ഥികളാണ് ഇവിടെയുള്ള വിളവിന് പിന്നിലുള്ളവർ.
ചെടികളുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വളവും പരിചരണവുമായി കുട്ടികളെത്തും. 500 കുടുംബങ്ങളും വിഷമുക്തമായ പച്ചക്കറികളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. കീടനാശിനിയുടെ അംശത്തെ പൂർണ്ണമായും ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള ഈ ശ്രമത്തിന് പ്രദേശത്തെ കൃഷിഭവനും പുൽപ്പള്ളി പഞ്ചായത്തും നല്ല പിന്തുണ നൽകുന്നുമുണ്ട്. ന്യൂസ് ബ്യൂറോ, വയനാട്. കോതമംഗലം തട്ടേക്കാട് വനത്തിനുള്ളിൽ കാട്ടാനയുടെ ആക്രമണത്തിന് ഇരയായവർ നായാട്ട് സംഘത്തിൽ പെട്ടവരെന്ന് വനപാലകർ. അപകടത്തിൽ ഒരാൾ മരിക്കുകയും മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സംഭവ സ്ഥലത്ത് നിന്ന് ആന ചവിട്ടി ഒടിച്ച നിലയിൽ ഒരു നാടൻ തോക്കും കണ്ടെത്തിയിരുന്നു. തട്ടമ്പുഴ വനമേഖലയ്ക്കുള്ളിൽ വെച്ചാണ് 4 അംഗ സംഘത്തിന് നേരെ കാട്ടാനക്കൂട്ടത്തിന്റെ ആക്രമണമുണ്ടായത്. തട്ടേക്കാട് സ്വദേശി വഴുതനപ്പള്ളി ടോണി മാത്യു സംഭവസ്ഥലത്ത് മരിച്ചു. പരിക്കേറ്റവരിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പുലർച്ചെയോടെ സംഭവസ്ഥലത്തെത്തിയ വനപാലകരാണ് അക്രമത്തിന് ഇരയായവർ നായാട്ട് സംഘമാണെന്ന് സ്ഥിരീകരിച്ചത്. സ്ഥലത്തു നിന്നും ആന ചവിട്ടി ഒടിച്ച നിലയിൽ നാടൻ തോക്ക് കണ്ടെത്തി. കത്തി, വാക്കത്തി, ടോർച്ച് എന്നിവ അടങ്ങിയ ബാഗും വനപാലകർക്ക് ലഭിച്ചു. ഇതോടെയാണ് കാട്ടാനയുടെ ആക്രമണത്തിനിരയായവർ നായാട്ടിനായി അനധികൃതമായി വനത്തിനുള്ളിൽ പ്രവേശിച്ചവരാണെന്ന് വ്യക്തമായത്. ഒരു നാടൻ തോക്ക് ആന ചവിട്ടി ഒടിച്ച നിലയിൽ കാണപ്പെടുകയും ചെയ്തു. അതിന്റെ ബാരലും പാത്തിയും രണ്ടായിട്ട് തിരിഞ്ഞാണ് കിടന്നിരുന്നത്. അതിന് സമീപത്ത് തന്നെ മറ്റൊരു ബാഗ് കണ്ടെത്തുകയും ആ ബാഗിനുള്ളിൽ 2 ടോർച്ചുകളും 3 പ്ലാസ്റ്റിക് ചാക്കുകളും ഒരു വാക്കത്തിയും ഒരു പിച്ചാത്തിയും പിന്നെ 2 ബാറ്ററികളും കണ്ടെടുത്തുകയുണ്ടായി. കൂടാതെ സമീപത്ത് ചിതറിയ നിലയിൽ ഒരു 3 ജോഡി ചെരുപ്പുകളും കണ്ടെടുത്തിട്ടുണ്ട്. വന്യജീവി സംരക്ഷണ നിയമം വനംവകുപ്പ് കേസെടുത്ത് അന്വേഷണം നടത്തുകയാണ്. ജനവാസ മേഖലയിൽ നിന്നും അകലെ ഏതാണ്ട് 10 കിലോമീറ്റർ ഉൾവനത്തിലായിരുന്നു സംഭവം. കാലുകൾ ചതഞ്ഞൊടിഞ്ഞും ദേഹമാസകലം രക്തം പുരണ്ടുമായിരുന്നു ടോണിയുടെ മൃതദേഹം കിടന്നിരുന്നത്. ടോണിയുടെ കാലിൽ വെടിയേറ്റതുപോലുള്ള മുറിവ് കണ്ടത് സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പോലീസും വനംവകുപ്പും അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പൂട്ടിയിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികൾ തുറന്ന് തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന നിരാഹാര സമരം കൂടുതൽ ശക്തമാക്കാൻ തീരുമാനിച്ചു. ജനപ്രതിനിധികളും നേതാക്കന്മാരും നിരാഹാരം അനുഷ്ഠിക്കും. ഈ മാസം 8 മുതൽ സമരം 2ാം ഘട്ടത്തിലേക്ക് കടക്കും. കഴിഞ്ഞ 10 മാസമായി അടച്ചിട്ടിരിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറികളിലെ തൊഴിലാളികൾ പട്ടിണിയിലായതിനെ തുടർന്നാണ് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU, CPIM വർഗ ബഹുജന സംഘടനാ പ്രവർത്തകരുടെ പിന്തുണയോടെ നിരാഹാര സമരം തുടങ്ങിയത്. കഴിഞ്ഞ വർഷം ആരംഭിച്ച സമരം കൂടുതൽ ശക്തമാക്കാൻ കൊല്ലത്ത് ചേർന്ന കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU യോഗം തീരുമാനിച്ചു. 2ാം ഘട്ടത്തിൽ ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കളും നിരാഹാരം അനുഷ്ഠിക്കുമെന്ന് കാഷ്യൂ വർക്കേഴ്സ് സെന്റർ CITU നേതാവ് ഇ കാസിം പറഞ്ഞു. ജനപ്രതിനിധികളും ട്രേഡ് യൂണിയൻ നേതാക്കന്മാരും നിരാഹാര സമരം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കാഷ്യൂ സെന്റർ യോഗം തീരുമാനിച്ചു. M. ശിവശങ്കരപിള്ള, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, B. തുളസീധരക്കുറുപ്പ്, CITU ജില്ലാ പ്രസിഡന്റ്, മുരളി മടന്തകൂട് എന്നിവർ 8ാം തീയതി മുതൽ വിവിധ ഫാക്ടറിയുടെ പടിക്കൽ നിരാഹാര സമരം ആരംഭിക്കും. കൂലി കൂടുതലായതിനാലാണ് കശുവണ്ടി വ്യവസായം നഷ്ടത്തിലായതെന്ന മുതലാളിമാരുടെ വാദം തള്ളുന്നുവെന്നും ഇ കാസിം പറഞ്ഞു. തോട്ടണ്ടി സംഭരിച്ച് തൂത്തുക്കുടി പോർട്ടിൽ വെച്ചിട്ട്, പോർട്ടിലെ ഗോഡൌണിൽ വെച്ചിട്ട് ആന്ധ്രയിലും തമിഴ്നാട്ടിലുമെല്ലാം ജോലി നടത്തുന്ന മുതലാളി കേരളത്തിലെ കശുവണ്ടി തൊഴിലാളികളെ പരിഹസിക്കുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഈ മാസം 8 മുതൽ കശുവണ്ടി സമരം 2ാം ഘട്ടത്തിന് തുടക്കമാകും. അതേസമയം ഏതാനും സ്വകാര്യ ഫാക്ടറികൾ തുറക്കാൻ തയ്യാറായി രംഗത്തെത്തിയത് തൊഴിലാളികൾക്കിടയിൽ പ്രതീക്ഷ പരത്തി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശബരിമലയിലെ തിരക്ക് കുറയ്ക്കാൻ നിർദ്ദേശം മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച് ശബരിമല മേൽശാന്തിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും രംഗത്ത്. മകരവിളക്കിന് നട തുറന്നതോടെയുള്ള അഭൂതപൂർവ്വ തിരക്കിനിടയിലും തീർത്ഥാടകർക്ക് അതിവേഗം ദർശനം സാധ്യമായത് മുഖ്യമന്ത്രിയുടെ പ്രായോഗിക നിർദ്ദേശമാണെന്നാണ് ഇരുവരും പറയുന്നത്. സാധ്യമാവുമെങ്കിൽ നട തുറന്നിരിക്കുന്ന സമയം കൂട്ടിയാൽ തിരക്ക് കുറയ്ക്കാൻ സാധിക്കുമെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. അത് ശബരിമലയിൽ നടപ്പിലാക്കുകയായിരുന്നു. കനത്ത തിരക്കിലും തീർത്ഥാടകർക്ക് സുഗമ ദർശനം സാധ്യമാകുന്ന പ്രായോഗിക നിർദ്ദേശം മുന്നോട്ട് വെച്ച മുഖ്യമന്ത്രി പിണറായി വിജയനെ അഭിനന്ദിച്ച് ശബരിമല മേൽശാന്തിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റും രംഗത്തെത്തി. മകരവിളക്കിന് നട തുറന്നതോടെയുള്ള വലിയ തിരക്കിനിടയിലും തീർത്ഥാടകർക്ക് അതിവേഗം ദർശനം സാധ്യമായത് മുഖ്യമന്ത്രിയുടെ പ്രായോഗിക നിർദ്ദേശമാണെന്ന് ഇരുവരും പറയുന്നു. ഇത്തവണ മണ്ഡലകാലം അവസാന ഘട്ടത്തിലും മകരവിളക്കിന് നട തുറന്നതോടെയും നിയന്ത്രിക്കാനാവാത്ത തിരക്കാണ് ശബരിമലയിൽ അനുഭവപ്പെട്ടത്. ഇത്രയേറെ തിരക്കിനിടയിലും തീർത്ഥാടകർക്ക് വേഗത്തിൽ ദർശനം സാധ്യമാകുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം 4 മണിക്കൂർ അധിക ദർശന സമയം അനുവദിച്ചതോടെയാണിത്. തീർത്ഥാടന കാലത്തിന് മുമ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമല സന്ദർശനത്തിന് നൽകിയ നിർദ്ദേശമനുസരിച്ചാണ് ദർശന സമയം കൂട്ടിയതും. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് ഗുണകരമായെന്നാണ് മേൽശാന്തി TM ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും സാക്ഷ്യപ്പെടുത്തുന്നത്.
നിലവിൽ 6-7 മണിക്കൂർ ക്യൂ നിൽക്കുന്ന തീർത്ഥാടകർക്കും സുഖദർശനം സാധ്യമാകുന്നുണ്ട്. മുൻവർഷങ്ങളിൽ 15 മുതൽ 18 മണിക്കൂർ വരെ കാത്തുനിന്ന ശേഷമായിരുന്നു പലർക്കും ദർശനം സാധ്യമായിരുന്നത്. ദർശനവും മറ്റു ചടങ്ങുകളും കഴിഞ്ഞാലുടൻ മലയിറങ്ങണമെന്ന പോലീസ് നിർദ്ദേശവും ദർശനവേഗം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നെയ്യഭിഷേകത്തിനുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇരട്ടിയിലേറെ വർധനയുണ്ടെങ്കിലും അഭിഷേക സമയം ദീർഘിപ്പിച്ചതിനാൽ തിക്കും തിരക്കും കുറവാണ്. ന്യൂസ് ബ്യൂറോ, സന്നിധാനം. കാഞ്ഞങ്ങാട് ചുവന്ന മുണ്ട് ധരിച്ച യുവാക്കളെയും കൂടെയുണ്ടായിരുന്ന യുവതിയെയും RSS സംഘം ക്രൂരമായി മർദ്ദിച്ചു. പോലീസിൽ വിവരം അറിയിക്കരുതെന്നും കേസ് കൊടുക്കരുതെന്നും RSS നേതാവ് ഭീഷണിപ്പെടുത്തിയതായും യുവാക്കൾ പറയുന്നു. RSS ഫാസിസ്റ്റ് രീതി നടപ്പാക്കാൻ ശ്രമിക്കുകയാണെന്ന് P. ജയരാജൻ ആരോപിച്ചു. കാഞ്ഞങ്ങാട് സഞ്ജീവനം ആശുപത്രിയിൽ അമ്മയെ സന്ദർശിക്കാനെത്തിയ 4 യുവാക്കളെയും യുവതിയെയുമാണ് RSS സംഘം ക്രൂരമായി മർദ്ദിച്ചത്. യുവാക്കളിലൊരാൾ ചുവന്ന മുണ്ട് ധരിച്ചതിനാൽ CPIM പ്രവർത്തകരാണെന്ന് ധരിച്ച് 30 അംഗ സംഘം യുവതിയെ അടക്കം മർദ്ദിക്കുകയായിരുന്നു. മൂക്കിന് നല്ല ഇടി കിട്ടിയിട്ടുണ്ട്. അവിടെ ഒരു പൊട്ടലുണ്ട്. ഈ കണ്ണിന് താഴെയായിട്ട് പൊട്ടലുണ്ട്. പിന്നെ വാരിയലിനും അവിടെ എന്തോ ചെറിയ രീതിയിലുള്ള ഒരു പൊട്ടലുണ്ട്. സംഭവം പോലീസിൽ അറിയിക്കരുതെന്ന് RSS നേതാവ് ഭീഷണിപ്പെടുത്തിയതായും യുവാക്കൾ പറയുന്നു. അവിടെ വരാൻ പാടില്ലായിരുന്നു. അതായത് ഇവർ പറയുന്നത് വരുന്നത് വെച്ചാൽ അവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ചുവന്ന കൊണ്ടെടുത്ത് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ തല്ലിയിരിക്കും തന്നെയാണ് അവർ പറയുന്നത്. നിങ്ങൾ കേസോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ ഈ ഹോസ്പിറ്റലിന്റെ പുറത്ത് പോയില്ല എന്നുള്ളതാണ്. ഇയാളുടെ കൂടെ തല്ലിയ കൂട്ടത്തിലുണ്ടായിരുന്ന 2 പേര് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ടാണ് ഇയാൾ അനുനയന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്നത്. കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ജെഫ്രിൻ ജെറാൾഡിനെ CPIM ജില്ലാ സെക്രട്ടറി P. ജയരാജൻ സന്ദർശിച്ചു. അപ്പോൾ ഒരു വസ്ത്രത്തിന്റെ നിറം പോലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കുക, അതിനെ തുടർന്ന് ആക്രമിക്കുക, ഈ ഫാസിസ്റ്റ് ശൈലിക്കെതിരായിട്ട് എല്ലാ ജനാധിപത്യവാദികളും പ്രതികരിക്കണം എന്നാണ് പറയാനുള്ളത്. പോലീസിനോട് ഈ അക്രമികളെ കണ്ടെത്തി കർശനമായിട്ടുള്ള നടപടി കൈക്കൊള്ളണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇന്നലെ കണ്ണൂർ ജില്ലയിലെ വിവിധയിടങ്ങളിൽ നിന്നായി RSS കേന്ദ്രങ്ങളിൽ നിന്നും BJP മണ്ഡലം പ്രസിഡന്റ് സുമേഷ് സഞ്ചരിച്ച വാഹനത്തിൽ നിന്നും വൻ ആയുധശേഖരവും പോലീസ് പിടികൂടിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. സാന്ദ്ര തോമസിനെ മർദ്ദിച്ചെന്ന പരാതിയിൽ നടൻ വിജയ് ബാബു ഒളിവിൽ പോയതായി സംശയം. സാന്ദ്രയുടെ പരാതിയിൽ ദേഹോദ്രവം ഏൽപ്പിച്ചതിനും അസഭ്യം വിളിച്ചതിനുമാണ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം വിജയ് ബാബുവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഒഴിവാക്കാനാണ് വിജയ് ബാബു ഒളിവിൽ പോയതെന്നാണ് സൂചന. സാന്ദ്ര തോമസിന്റെ പരാതിയിൽ കേസെടുത്ത ശേഷം വിജയ് ബാബുവിൽ നിന്ന് മൊഴിയെടുക്കാൻ ഇതുവരെ പോലീസിനായിട്ടില്ല. ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം കേസെടുത്തതിനെ തുടർന്ന് വിജയ് ബാബു ഒളിവിൽ പോയിരിക്കുകയാണെന്നാണ് സംശയം. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനാൽ വിജയ് ബാബുവുമായി ബന്ധപ്പെടാനും പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കേസ് കെട്ടിച്ചമച്ചതാണെന്നും സത്യം തെളിയുമെന്നും വിജയ് ബാബു കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചിരുന്നു. വിജയ് ബാബുവും സാന്ദ്ര തോമസും ബിസിനസ് പങ്കാളികളായ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ കലൂർ പൊറ്റക്കുഴിയിലെ ഓഫീസിൽ വെച്ച് വിജയ് ബാബു തന്നെ മർദ്ദിച്ചുവെന്നാണ് സാന്ദ്ര തോമസ് നൽകിയ പരാതി. മർദ്ദനത്തിൽ പരിക്കേറ്റ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന സാന്ദ്ര തോമസിൽ നിന്ന് പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. ബിസിനസ് കാര്യങ്ങൾ സംസാരിച്ച് തർക്കത്തിലേർപ്പെടുകയും തുടർന്ന് തന്നെ മർദ്ദിക്കുകയുമായിരുന്നുവെന്നാണ് സാന്ദ്ര പോലീസിന് മൊഴി നൽകിയത്. ഫ്രൈഡേ ഫിലിം ഹൗസിലെ ജീവനക്കാരിൽ നിന്നും സാന്ദ്ര ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെ ഡോക്ടറിൽ നിന്നും പോലീസ് കഴിഞ്ഞ ദിവസം മൊഴിയെടുത്തിരുന്നു. സാന്ദ്ര തോമസിന്റെ മൊഴിയെടുത്ത ശേഷം ദേഹോപദ്രവം ഏൽപ്പിച്ചതിനും അസഭ്യം വിളിച്ചതിനുമുള്ള വകുപ്പുകൾ പ്രകാരമാണ് വിജയ് ബാബുവിനെതിരെ പോലീസ് കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതോടെ വിജയ് ബാബു ഒളിവിൽ പോയതായാണ് നിഗമനം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കോഴിക്കോട്ടെ ആസ്ഥാനത്ത് റെയ്ഡ്. സ്കൂൾ മാനേജ്മെന്റിന്റെ മിനിറ്റ്സ് പിടിച്ചെടുത്തു. ദേശവിരുദ്ധ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനം മിനിറ്റ്സിൽ ഉള്ളതായി കണ്ടെത്തി. കൊച്ചിയിൽ നിന്നുള്ള പോലീസ് സംഘമാണ് റെയ്ഡ് നടത്തിയത്. പീസ് ഇന്റർനാഷണൽ സ്കൂളിന്റെ കോഴിക്കോട്ടെ ആസ്ഥാന മന്ദിരത്തിലാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. കൊച്ചിയിൽ നിന്നുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ നിർണായക രേഖകൾ പോലീസിന് ലഭിച്ചു. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ മിനിറ്റ്സ് പോലീസ് പിടിച്ചെടുത്തു. ദേശവിരുദ്ധ സിലബസ് പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ മിനിറ്റ്സിലുണ്ടെന്നാണ് സൂചന. മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള പാഠഭാഗങ്ങൾ സിലബസിൽ ഉൾപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് പീസ് സ്കൂൾ അധികൃതർക്കെതിരെ പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സിലബസ് തയ്യാറാക്കിയ മുംബൈ ആസ്ഥാനമായുള്ള സ്ഥാപനത്തിലെ 3 ജീവനക്കാരെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോഴിക്കോട്ടെ ആസ്ഥാന മന്ദിരത്തിലെ റെയ്ഡ്. പീസ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങൾ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഓഫീസിലുണ്ടായിരുന്നില്ല. സ്കൂൾ ഉടമ അക്ബർ വിദേശത്താണെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1967 ജനുവരി 5 ആരംഭിച്ച അനിശ്ചിതകാല പണിമുടക്കിന്റെ 50ാം വാർഷികം ആചരിച്ചു. CITU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് AK പത്മനാഭൻ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. NGO യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് PHM ഇസ്മയിൽ, ജനറൽ സെക്രട്ടറി TC മാത്തുക്കുട്ടി തുടങ്ങിയവരും സമ്മേളനത്തിൽ പങ്കെടുത്തു.